എന്താ ബന്ധു ഞാൻ കേൾക്കണത്? അമ്മ എന്തായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അമ്മ ഓരോന്ന് ഇങ്ങനെ പറയാനും നിങ്ങൾ അതനുസരിച്ച് ചെയ്തു കൊടുക്കാൻ. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും എന്നെ വരെ പ്രേമിച്ച് കിട്ടിയിട്ടുണ്ടോ? ആ പെൺകൊച്ചിനെ പറഞ്ഞു തിരുത്തേണ്ടത് വരെ നിങ്ങൾ അവരുടെ താളത്തിന്റെ തുള്ളിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ട് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണോ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവന് ഇഷ്ടപ്പെട്ടു എന്ന് അങ്ങ് ഇട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ആഹാ, അങ്ങനെ പെണ്ണും ചെറുക്കൻ മാത്രം കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട നടന്ന പരിപാടിയാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞ അതിനൊരു ചിട്ടവട്ടവും രീതികളൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മൾ ഈ കുടുംബക്കാരും കൂട്ടക്കാരും എല്ലാം കൂടെ ഒരു 10-30 പേര് അങ്ങോട്ട് ചെന്ന് ചെറുക്കന്റെ വീടും പരിസരമൊക്കെ കണ്ട് അതങ്ങ് ചുറ്റുപാടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരെ കുറിച്ചും അവരുടെ വീട്ടുകാരെ കുറിച്ചും അവരുടെ കുടുംബക്കാരെ കുറിച്ചും ഒരു 3-4 തലമുറ മുന്നേ ഉള്ളവരെ കുറിച്ചും ഉള്ള വിവരങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോഴേ ആർക്കും പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും ഇല്ല, അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ ആ കല്യാണം ഉറപ്പിക്കുക. അല്ലാതെ ഇപ്പൊ അവരുടെ അകന്ന കുടുംബത്തിൽ എങ്ങാനും ഒരു ചീത്തപ്പേരുള്ള ആളുണ്ടെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിനാണ് എന്റെ മാനക്കേട് ഇനി ഭാവിയിൽ വരാൻ പോണേ. അതൊക്കെ നോക്കിയും കണ്ടുപോലെ നമ്മൾ ഓരോന്ന് ചെയ്യുമായിരുന്നിട്ട് ഇതിപ്പോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് ഇങ്ങനെ കല്യാണം നടത്തുന്ന നടക്കുന്ന കാര്യമാണോ? എന്താ പറയാ, ഇതൊന്നും നോക്കാതെ ഉറപ്പിച്ചുകൂടെ ഇരുന്നിട്ട്. അവിടെ അന്ന് ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞതാ അവിടെ ഏതെങ്കിലും ചെറുക്കനെ ഇതാക്കിയിട്ടായിരിക്കും നടക്കണേന്ന്. അന്ന് നിങ്ങൾ കേട്ടില്ല. ഇനിയിപ്പൊ എന്തായത്? അവന് മതി എന്ന് പറഞ്ഞ ഒറ്റക്കാലം തമസല്ലേ അവിടെ ഇരുന്നിട്ട്. അതനുസരിച്ച് തുള്ളാൻ നിങ്ങൾ രണ്ടുപേരും. ഈ പ്രേമിച്ച കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എത്ര നാൾ പോകുന്നു കണ്ടറിയായിരുന്നിട്ട്. എത്ര പേരാന്നല്ലോ ഡിവോഴ്സുമായിട്ട് ഇങ്ങനെ നടക്കുന്നിരുന്നിട്ട്. ആ ജലജയുടെ രണ്ടാമത്തെ പെണ്ണ് ഇതുപോലെ ഇറങ്ങിപ്പോയതല്ലേ. ഇപ്പൊ എന്തായി? 2 പിള്ളേരുടെ ഡിവോഴ്സ് വാങ്ങിയിരിക്കുന്നു. അന്നേ ഞാൻ പറഞ്ഞതാ പ്രേമിച്ച് കിട്ടിയിട്ടൊന്നും ഒരു ഗതിയും പിടിക്കത്തില്ല. ഇപ്പൊ എന്തായി എന്നിട്ട്? ഇനിയിപ്പം ഇവിടുത്തെ കുട്ടിക്ക് വരാതിരിക്കട്ടെ. അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? പറയാനൊക്കെ പറഞ്ഞിട്ടും ഒന്നും ഇതാവണില്ലാന്ന് വെച്ചാ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക, അതന്നെ നടക്കത്തുള്ളൂ ഇപ്പൊ. ആ ബിന്ദു, അവിടെ നമ്മുടെ ശ്രീമോക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. കൂടെ സൂര്യ ചെയ്യുന്ന പയ്യനാ. അവർക്ക് തമ്മിൽ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ പിന്നെ വെച്ച് താമസിക്കുന്നത്, നമുക്കങ്ങ് ആലോചിക്കാന്ന്. അയ്യോ, നല്ലൊരു പയ്യനുണ്ടോ? അയ്യോ, എന്നാ പറയാനാ, അത്രയും നല്ലൊരു പയ്യനെ ഞാൻ അടുത്ത നമ്മൾ പഞ്ചായത്തിൽ പോലും കണ്ടിട്ടില്ല. അത്ര നല്ല ഐശ്വര്യമുള്ളൊരു പയ്യൻ. ജീവമ്മോന്റെ സംസാരമൊക്കെ കേട്ടോ. ഈ ഒരു പാവം പയ്യൻ, അങ്ങനെ അച്ചടക്കത്തിൽ അവന്റെ അച്ഛനും അമ്മയും അവനെ വളർത്തിയിരിക്കുന്നത്. ഞങ്ങളിപ്പോ നോക്കിയിരുന്നെങ്കിൽ മോക്ക് ഇത്ര നല്ലൊരാളെ കിട്ടും നമുക്ക് തോന്നുന്നില്ല. അത്ര നല്ലൊരു പയ്യൻ. ജീവമോന് ശ്രീകുട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ചേർച്ചയെ നമ്മള് കണ്ടാല് നമ്മള് വീട്ടുകാരെ കുറിച്ച് കണ്ടു. എന്തോ നല്ല വീട്ടുകാരെന്ന് പറയാം, തങ്കപ്പെട്ട വീട്ടുകാര്. പിന്നെ അവരെ പ്രേമിച്ച് അടക്കാനോ ചുറ്റിക്കളിക്ക് ഒന്നും നിന്നില്ല. ഇഷ്ടമായി വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു പയ്യൻ എന്റെ അടുത്ത് ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു അമ്മയോട് അച്ഛനോട് സംസാരിച്ചോളാന്ന്. അപ്പൊ തന്നെ നമ്മളെ മോൻ വിളിച്ച് സംസാരിച്ച്. ജീവമോൻ അത്രയും കാര്യമായിട്ട് നമ്മളടുത്ത് സംസാരിച്ചിരുന്നിട്ട് അമ്മയെ കൂടുതൽ ഒന്നും വേണ്ട, എനിക്ക് എന്റെ ശ്രീകുട്ടിയെ നിങ്ങൾ തന്നാ മതി, ഇത് മാത്രം മോൻ പറയണേ. എന്താ ചെയ്യാ? ഇത്രയും നല്ല എളിമയും മുന്നെയുള്ള ഒരു പയ്യൻ ഇന്നത്തെ കാലത്ത് നമുക്ക് മഷിട്ട് നോക്കിയാൽ കിട്ടുമോ? നമ്മുടെ കുട്ടിക്ക് അതൊരു ഭാഗ്യം തന്നെ പറയാൻ പറ്റുള്ളൂ. ഇതിലിപ്പോ കൂടുതൽ അന്വേഷിക്കാൻ എന്തായിരിക്കണേ? അവർക്ക് തമ്മിൽ ഇഷ്ടമായി, അവരുടെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ നോക്കേണ്ടത്. അടുത്ത ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ വെച്ച് ചെറുതായിട്ടൊരു നിശ്ചയം, ചെറിയ തോതിൽ മതി എന്ന് പറഞ്ഞു. കാലത്തെ എല്ലാരും എത്തിക്കോളാം. അപ്പം ശരി, ഇറങ്ങാം.